കിട്ടി പ്രതിയെ കിട്ടി. എന്നാ പിടിച്ചോ പ്രതി. എന്റെ മോള് പ്രതിയാ? പിന്നല്ലാണ്ട്. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് സകല വേരത്തോടെ ഒപ്പിച്ചിട്ട് ഇവിടെ അമ്മായിയുടെ കട്ടിലിന്റെ താഴെ പോയി ഒളിച്ചിരിക്കണ്. കൊള്ളി കല്ലുവേ എന്തോന്നു? ഞാൻ അടിച്ചിട്ടില്ല. അണ്ടാ ഞാൻ പറഞ്ഞില്ല അവളെ ആരും അടിച്ചിട്ടില്ല. അങ്ങനെ ആക്കിയപ്പോ അങ്ങനെ ആക്കിയപ്പോഴാ പോയത്. അങ്ങനെ ഇനി നിന്നെ എടുത്താ ശരിയാവൂല. നീ നിന്നോ. എന്താ അവളിങ്ങനെ അറിയാതെ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചപ്പോഴേ കൊണ്ടതാ. ഞാൻ പറഞ്ഞില്ല അവള് പാവാ, അവളാരും അടിക്കത്തൊന്നുമില്ല. അടിക്കത്തില്ല. അവളെന്നെ അടിച്ചതാണ്ടാ. നീ അങ്ങോട്ട് കൊടുത്തില്ലേ? കല്ലുവേ കല്ലുവേ അടി വേണം നിനക്ക്. മക്കളെ കുഞ്ഞിനെ അങ്ങനെ അടിക്കരുത് കേട്ടോ. என்ன பாரு இது, அவ சின்ன குழந்தை தானே. கல்லுமா நம்ம போலாம் வா. കൊച്ചുകുട്ടിയല്ലേന്ന് വിരച്ചോട്ടാ. ഇല്ല ഞാൻ ശരിയാക്കിയാനെ. അമ്മ പോവാ. പോവാനോ? എങ്ങോട്ട് പോവാൻ? കുടുംബത്ത്. കുഴിപ്പള്ളത്താ? നീ അല്ലേ അവിടെ നിന്നേ? നീ അല്ലേ പറഞ്ഞ ഇങ്ങോട്ട് വന്നെന്ന്? എനിക്ക് അവിടെ കണ്ട നമുക്ക് പോവാ. അതാണ് നമ്മുടെ വീട്. ആന്റി ആന്റി ഇവിടെ കൊണ്ടൊന്ന് അപ്പുറത്തേക്ക് ഞാൻ വരാം. வா சொல்லும் போலாம். എന്റെ ദൈവം എനിക്ക് വയ്യ എല്ലാത്തിനെയും കൊണ്ട്. ദേ നിൽക്കുന്ന ഒരു തീ. നിനക്കെന്താ പ്രശ്നം? അവളുടെ സംസാരം കാട്ടില്ല. ചെറിയ വായിൽ വലിയ വർത്താനം പറയുന്നു. അയ്യോ ചെറിയ വായില് വലിയ വർത്തമാനം പറയാത്ത ഒരാള്. കല്ലുമോളെ മകൾ എന്തുവായി കാണിക്കുന്നേ? പാവല്ലേ പാറുകുഞ്ഞ. പാറുകുഞ്ഞ് തല്ലാൻ പാടുവോ നീ? പാടും. ഏട്ടാ പാറുകുഞ്ഞ് തല്ലാൻ പാടില്ല. നല്ല പിള്ളേര് തല്ലൂല. കൊഞ്ചിക്കല്ലോ ഉപദേശിച്ചോണ്ടിരിക്കുക. ഇവിടെ പെരുന്നാൾ അടി നടക്കുക കേശുവേ. ഞാനും ലക്ഷ്യ അല്ല, ഇവിടെ ജൂനിയേഴ്സ് ആണ് അടി. പാറും കല്ലുമോളും. എന്തിനാണ് അടി ഉണ്ടാക്കിയെന്ന് പറയൂ. പറഞ്ഞോട് മാമന്. കളിക്കാൻ തരത്തുണ്ടോ? അവർക്ക് എന്തിനാ കളിക്കാൻ? എന്തരേ എന്റെ പൊന്നു കേശു ഒന്നുമില്ല. ഇവക്ക് കളിക്കണം എന്ന് പറഞ്ഞു. പാറ പടം വരയ്ക്കുമായിരുന്നു. ഇവള് പടത്തില് കുത്തി വരച്ചെന്നോ പാറ പിടിച്ച് തള്ളിയെന്നോ എന്നും പറഞ്ഞു 1.5 മണിക്കൂറായിട്ട് മനുഷ്യന് സ്വസ്ഥതയില്ലേ വീട്ടില് കിടന്നു രണ്ടും കൂടെ. കല്ലുമോളെ പാറ കുഞ്ഞമ്മ പാവല്ലേ? അല്ല ഭയങ്കരവാ. ആര് ഭയങ്കരം? ഞാനാ. എല്ലാ കുഴപ്പവും കാണിച്ചു വെച്ചിട്ട് കുറ്റം മൊത്തം എനിക്ക്. പൊന്നു പാറ ഒന്ന് വിട്ടു കൊടുത്ത് നീ ഇത് കണ്ണു കടമ്പ നീ തല്ലുണ്ടാക്കാൻ നിൽക്കുവാണോ? അതെ നീ ഇതിനെക്കാളും കുഞ്ഞായിരുന്നപ്പോഴത്തേക്കേ ഞങ്ങളൊക്കെ പുറകെ ഇഷ്ടം പോലെ ഓടിച്ചിട്ട് തല്ലിയിട്ടുണ്ട്. ഇപ്പോഴും തല്ലുന്നുണ്ട്. അതിനൊന്നും കുഴപ്പമൊന്നുമില്ലേ? ഇപ്പോഴും മോളെ കുറ്റം പറയുന്നില്ലല്ലോ. നിനക്കിപ്പോ എന്താ വേണ്ടേ? ഞാൻ ഇവിടെ എടുത്തിട്ട് തല്ലണോ? അപ്പൊ നിനക്ക് സമാധാനാവോ? ആ സമാധാനം ആവും. என்ன இது, சின்ன பிள்ளைங்க விஷயத்தை இவ்ளோ பெருசு பண்ணிட்டு இருக்கீங்க? അതല്ല ആന്റി, ഇവളിപ്പോ എന്ത് ചെയ്താലും പ്രശ്നമാണ്. ഇവക്കാണെങ്കിൽ ഈ വീട്ടിൽ ഒരു സാധനം തൊടാൻ പാടില്ല, പിടിക്കാൻ പാടില്ല. എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് പാറുവിന് പ്രശ്നം. പിന്നെ എന്ത് ചെയ്യാനാ? ഇനി ഇല്ലാത്ത മുഴുവൻ പറയും. രണ്ടെണ്ണത്തിനോടും മര്യാദക്ക് മിണ്ടാണ്ടിരുന്നോ? എന്റെ സ്വഭാവം മാറിയുണ്ടല്ലോ. സ്വഭാവം മാറും അല്ലെങ്കിൽ മാറ്റും. ഇനി എല്ലാരും കയ്യിൽ നിന്ന് എനിക്ക് അടിമേടിപ്പിച്ച് തന്നിട്ടേ ലക്ഷ്യേച്ചിക്ക് സമാധാനം ആവത്തുള്ളൂ. ഞാൻ അതിനു വേണ്ടി മാത്രം ഇങ്ങനെ നടക്കുവാണല്ലോ. കൊച്ചേ നീ ഞാൻ എന്തൊക്കെ കേൾക്കുന്നുണ്ടെന്ന് കേട്ടാ? ഇപ്പൊ അങ്ങ് കുഴപ്പമില്ലാത്ത പോവും. ഇത് ആരെ പേടിപ്പിക്കാൻ പറയാ? പോണെങ്കിൽ അങ്ങ് പൊക്കൂടെ? ഞാനും കൂടെ പോവായിരുന്നെങ്കിൽ കാണായിരുന്നു. പക്ഷെ ഞാനിവിടെ ഉള്ളത് കൊണ്ടാണ് ഇവിടുത്തെ കാര്യം ഇങ്ങനെയെങ്കിലും മുന്നോട്ട് പോണത്. അത് മനസ്സിലാക്കാനുള്ള പ്രായം നിനക്കായി. അതാണ് പ്രശ്നം. എന്തൊരു വർത്താനമാണ് ചേച്ചി? അല്ല ചേച്ചി ഇവിടെ ഉള്ളതുകൊണ്ട് ചേച്ചിയാണ് ഈ വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നതെന്നാണല്ലോ ആ പറഞ്ഞൊരു ധ്വനി. അങ്ങനെ ഒരു വിചാരം മോക്ക് ഉണ്ടെങ്കിൽ അത് അങ്ങനെയല്ല. ചേച്ചി മാത്രമൊന്നുമല്ല, ഈ വീട്ടില് അമ്മൂമ്മയും പൈസ ഇറക്കുന്നുണ്ട്. അമ്മൂമ്മ മാത്രം അങ്ങനെ കണക്ക് പറയാനാണെങ്കിലേ എനിക്കും കണക്ക് പറയാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കാറ്ററിംഗ് പണിക്ക് പോയിട്ട് വന്നപ്പോ 2 പാക്കറ്റ് കോട്ടയം പപ്പടമാണ് ഈ വീട്ടിലോട്ട് കൊണ്ടുവന്ന് ഇറക്കിയത്. ഇവിടെ ആരെങ്കിലും ഒരു മുട്ടുസൂചി മേടിച്ചാല് അതിന് കണക്കുണ്ട്. നമ്മളിവിടെ എന്തോ ചെയ്താലും കണ്ടടോ ഇല്ല കേട്ടടോ ഇല്ല. ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. എന്തുദ്ദേശിച്ചാലും. അല്ല ചേച്ചി ഇവിടുത്തെ എല്ലാ കാര്യവും നോക്കുന്നേ. കുഞ്ഞമ്മയും മോളും കൂടെ കഞ്ഞിയും കറിയും വെച്ച് കളിച്ച് അടി ഉണ്ടാക്കിയിട്ട് എന്നെ വെക്കിട്ട് കയറാൻ വന്നാണ്ടല്ലോ. അശ്ശേ എന്നെ ഇത്
எங்கேயோ ஆரம்பிச்ச விஷயம் எங்கெங்கேயோ போயிட்டு இருக்கு. இத பாருங்க, கிச்சன்ல நிறைய வேலை இருக்கு, வாங்க. ആന്റി ആന്റി ഒരു കാര്യം ചെയ്യും, അടുക്കള ഒരു പായം വിരിച്ച് അവിടെ കിടക്ക്. കൊച്ചേ, വേണ്ട കനകത്തിനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ നീ കരയേ. എനിക്കൊന്നും പറയാനും പറ്റൂല, എനിക്കൊന്നും ചെയ്യാനും പറ്റൂല. നിങ്ങൾക്ക് എന്നെ അടിക്കുകയും ചെയ്യാം, പറയുകയും ചെയ്യാം. എന്റെ പൊന്നു കുഞ്ഞെ, ഞാൻ നിന്റെ കാല് വിളിക്കാം, നീ കുറച്ചേരൊന്ന് മിണ്ടാണ്ടിരിക്കൂ. ആ, എന്നിട്ട് വേണം അവിടെ ഭൂകമ്പം ഉണ്ടാവാൻ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.